ഇന്ത്യയിൽ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിൻ്റെ 49ാം വാർഷികമാണ്. ജൂൺ 25-നാണ് ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ അന്നത്തെ ഒരു സംഭവമുണ്ട്, അത് പെട്ടെന്ന് പറഞ്ഞ് നമുക്ക് അതിലേക്ക് തുടങ്ങാം. ഈ മാർത്തോമ സഭയുടെ തലവനായിരുന്നു യുഹാനോൻ മാർത്തോമ മെത്രാപ്പോലീത്ത. അദ്ദേഹം ഈ ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് ഇന്ദിരാഗാന്ധിക്ക് കത്തെഴുതി. കത്തെഴുതുക മാത്രമല്ല, ഇവരുടെ സഭാതാരകം എന്ന് പറയുന്ന മുഖമാസികയുണ്ട് അതിൻ്റെ മാർത്തോമ സഭയുടെ. അപ്പോൾ അതിനകത്ത് മാധ്യമ സ്വാതന്ത്ര്യവും മനുഷ്യാവകാശവും പുനഃസ്ഥാപിക്കണം എന്ന് പറഞ്ഞിട്ട് അദ്ദേഹം ആ കത്ത് പ്രസിദ്ധീകരിക്കുകയും ചെയ്തു, സഭാതാരകയും. അങ്ങനെ ഇന്ദിരാഗാന്ധി അച്യുതമേനോനാണെന്ന മുഖ്യമന്ത്രി അച്യുതമേനോനെ വിളിച്ചിട്ട് ഈ യുഹാനാൻ മാർ മെത്രാപ്പോലീത്തയെ അറസ്റ്റ് ചെയ്യണം, മാർത്തോമ മെത്രാപ്പോലീത്തയെ അറസ്റ്റ് ചെയ്യണമെന്ന് പറയുന്നു. കരുണാകരനാണ് ആഭ്യന്തരമന്ത്രി. പക്ഷേ അച്യുതമേനോനും മെത്രാപ്പോലീത്തയും നല്ല അടുപ്പത്തിലായിരുന്നു. അപ്പോൾ അദ്ദേഹം സമ്മതിച്ചില്ല, കരുണാകരനും സമ്മതിച്ചില്ല. അന്ന് രക്ഷപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഈ അടിയന്തരാവസ്ഥയെ നമ്മൾ ഓർക്കുമ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ചില സംഭവങ്ങളൊക്കെ നമ്മുടെ ഓർമ്മയിൽ വരും. ഈ പല മത മേലധ്യക്ഷന്മാരും ഇന്ന് ഭരണാധികാരികളുടെ മുമ്പിൽ തൊഴുതു നിൽക്കുമ്പോൾ അത് ചെയ്യാത്ത വന്ധ്യ വയോധികനായ ഒരു ആളിനെയാണ് നമ്മളിപ്പോൾ ഓർത്തത്. അപ്പോൾ ഇങ്ങനെ ഒട്ടേറെ കഥകൾ അടിയന്തരാവസ്ഥക്കാലവുമായി ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പം അടിയന്തരാവസ്ഥയ്ക്ക് ശേഷമുള്ള ഇന്ത്യ എങ്ങനെ മാറി എന്നുള്ളത് നമുക്ക് ഓർത്തെടുക്കാൻ പറ്റുന്നുണ്ടോ? അടിയന്തരാവസ്ഥ ശേഷമുള്ള ഇന്ത്യ എങ്ങനെ മാറിയിട്ട്, ഒന്ന് പ്രതിപക്ഷ കക്ഷികൾ കുറച്ചുകൂടി ഉത്തരവാദിത്വ ബോധമുള്ളവരായി മാറിയിരുന്നു. അതിന് മുമ്പ് വിമാന സ്വഭാവം ഈ ഇന്ദിരാഗാന്ധി കോൺഗ്രസ് ഗവൺമെൻറ്റുകളും ബ്രിട്ടീഷുകാരെക്കാളും വലിയ ശത്രുവായിരുന്നു, പ്രത്യേകിച്ച് സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും. അതിൽ ഈ ജനസംഘക്കാരായിരുന്നു കുറച്ച് ഭേദം. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്നുള്ള ഒരു കോൺസെപ്റ്റ് അവർക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. ദേശത്തിന് ഗുണകരമായ കാര്യങ്ങൾ അവർ സപ്പോർട്ട് ചെയ്യുന്നു. അവർ അന്ന് രാമജന്മഭൂമി ഒന്നും വലിയ വിഷയമൊന്നായിരുന്നില്ല. ജനസംഘം തന്നെ BJPക്കായിരുന്നു. ആകെ 80കളിലാണ് വരുന്നത്, പിന്നെ 40കളിലും ഉണ്ടായിരുന്നു. അന്ന് അവർ ഗോമത നിരോധനമായി വലിയ വിഷയം. അതുമായിട്ട് ബന്ധപ്പെട്ട പാർലമെൻറ്റ് മാസമൊക്കെ ഉണ്ടായിരുന്നു അവരുടെ ജനസംഘത്തിന്. അത് വലിയ വിഷയമായിരുന്നു അന്ന്. പാർലമെന്റ് പിടിച്ചെടുക്കാനുള്ള സമാധി ആ രീതിയിലുള്ള മാർച്ചായിരുന്നു അത്. അന്ന് വലിയ രീതി, ഇന്നത്തെ ന്യൂസ് മീഡിയക്കാന്ന് വലിയ ന്യൂസായി പോയായിരുന്നു. അന്ന് ഇംഗ്ലീഷ് പത്രങ്ങൾ വഴി നമ്മൾ അറിയുന്നത്. അന്ന് പാർലമെന്റ് വളയുന്ന രീതിയിലുള്ള സമരമായിരുന്നു. പക്ഷെ അതൊക്കെ അടിച്ചമർത്തപ്പെട്ടു. ഈ യുവന്മാരുടെ പരിപാടി എന്ന് വെച്ചാൽ കണ്ടതിന് മൊത്തം സമരം ചെയ്യാന്നുള്ളൂ. ഇതൊരു പുതിയ രാജ്യമാണ്, ഇത് ഉണ്ടായി വരുന്നേ ഉള്ളൂ. ഇതിനെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അമേരിക്ക പോലുള്ള വൻ ശക്തികൾ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. പാകിസ്ഥാനും ചൈനയും ഒരേപോലെ ശത്രുക്കളാണെന്നൊക്കെ മനസ്സിലാക്കി ഉത്തരവാദിത്ത ബോധത്തോടുകൂടി പെരുമാറാതെ ഇന്ത്യ ചെയ്യുന്നത് എന്തും തെറ്റ്. കമ്മ്യൂണിസ്റ്റ് 90s കൂടിയൊക്കെ ഈ നിലപാട് മാറ്റിയിട്ടുള്ളത്. അടിയന്തരാവസ്ഥ കേസ് മയപ്പെട്ടു. കാരണം ഇന്ത്യ ഗവൺമെന്റ് ശക്തി അവർക്ക് മനസ്സിലായി. അതുവരെ അത് വിചാരിച്ച് എളുപ്പം മനസ്സിലാൻ പറ്റും, ചൈനക്കാരെ ഒൽപ്പിച്ചല്ല നമുക്ക് ഒൽപ്പിക്കാൻ പറ്റുമെന്ന് കാര്യം സോഷ്യലിസ്റ്റും കമ്മ്യൂണിസ്റ്റും വിചാരിച്ചുകൊണ്ടിരുന്നു. ഇതോടുകൂടി ഇവർക്ക് ഇന്ത്യ ഗവൺമെന്റ്, ഇന്ത്യൻ പട്ടാളത്തിന്റെ ശക്തി അവർക്ക് മനസ്സിലായി, പോലീസിന്റെയൊക്കെ. അതോടെ ഒന്ന് മയപ്പെട്ടു എന്നുള്ളതാണ് ഒന്നാമത്തെ അടിയന്തരാവസ്ഥയുടെ. പ്രതിപക്ഷം ഒരു പാഠം പഠിച്ചു. വലിയ ഡയലോഗ് അടിക്കുമ്പോൾ എല്ലാവരും പേടിച്ചു പോയിട്ടുണ്ട്, സത്യമാണ്. കാരണം ആ രീതിയിലുള്ള പോലീസ് അട്രോസിറ്റീസാണ് അടങ്ങിയത്. രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ കോൺഗ്രസിനും ഒരു കാര്യം മനസ്സിലായി. അതായത് കുറച്ചും കൂടെയൊക്കെ ഈ ഒരുപാട് ആദർശം പറഞ്ഞു നിന്ന് കഴിഞ്ഞാൽ ഈ രാജ്യത്ത് നിൽക്കാൻ പറ്റില്ല. കുറച്ചും കൂടിയൊക്കെ ഒന്ന് അഫോർമേറ്റീവ് ആവണം, കുറച്ചും കൂടിയൊക്കെ ഒന്ന് യൂണിറ്റേറിയൻ സ്റ്റേറ്റിലേക്ക് നമ്മൾ ഫെഡറലിസത്തിനൊക്കെ ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തു പോയി കഴിഞ്ഞാൽ രാജ്യം കൈവിട്ട് പോകുന്നു മനസ്സിലായി. കോൺഗ്രസ് അങ്ങനെ ഇന്ദിരാഗാന്ധിയൊക്കെ ആ ഒരു നേതൃത്വം പാരമ്പര്യത്തിനൊക്കെ പ്രശ്നമുണ്ടായിരുന്നു. അതോടുകൂടി ഇന്ദിരാഗാന്ധിയൊക്കെ ഭയങ്കര അഡമൻ്റായി മാറുന്നതാണ് നമ്മൾ കണ്ടത്. കാരണം അടിയന്തരാവസ്ഥയ്ക്ക് നയിച്ചൊരു സാഹചര്യമുണ്ട്, അതെന്നെ ഓർമ്മിപ്പിക്കണം. ഈ സാഹചര്യം നമ്മൾ ഡിസ്കസ് ചെയ്യേണ്ട വിഷയമാണ്. അതിന് മുമ്പ് ഞാൻ കാര്യം പറഞ്ഞ ഈ പറഞ്ഞ ചില വേറൊരു പ്രധാനപ്പെട്ട മാറ്റം വിദേശ ബന്ധങ്ങളുണ്ടായ മാറ്റമാണ്. ഇന്ദിരാഗാന്ധി അധികാരത്തിൽ നിന്ന് പുറത്തു പോയി. പിന്നെ സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും ഒക്കെ ആണല്ലോ ജനസംഘ സപ്പോർട്ടോട് കൂടി അധികാരത്തിൽ. ഇവർ ഭയങ്കര അമേരിക്കൻ സപ്പോർട്ടേഴ്സ് ആയിരുന്നു. പല എസ്പെഷ്യലി സോഷ്യലിസം എന്ന പേരൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ പറയുന്ന ജോർജ് ഫെർണാണ്ടസിൻ്റെ ഒക്കെ ഗുരുക്കന്മാരൊക്കെ ഉണ്ടായിരുന്നല്ലോ, മൊറാർജി ദേശായിയൊക്കെ. ഇവർക്ക് പടിഞ്ഞാറൻ രാജ്യങ്ങളോടായിരുന്നു കൂടുതൽ താല്പര്യം. അപ്പോൾ പടിഞ്ഞാറൻ രാജ്യങ്ങളെ നമ്മൾ കൂടുതൽ അടുത്തു എന്നുള്ളത് സത്യമാണ്. മാത്രമല്ല ഇന്ത്യ വേറൊരു പ്രശ്നം, നമ്മളെ ഇന്റലിജൻസ് വിങ് വളരെ സജീവമായി പാകിസ്ഥാന്റെ ഈ ആണവ പദ്ധതികളൊക്കെ ഞാൻ ചോദിക്കുന്നത്, അന്ന് സോവിയറ്റ് യൂണിയൻ ശക്തമായി നിൽക്കുന്ന സമയമല്ലേ? അപ്പൊ ഇവർ അമേരിക്ക അടുക്കുന്ന അല്ല, അവര് സോവിയറ്റ് യൂണിയനെ സപ്പോർട്ട് ചെയ്യുന്നുള്ളതാണല്ലോ ഇന്ദിരാഗാന്ധിയുടെ ഏറ്റവും വലിയ പ്രശ്നം. അതുകൊണ്ടാണല്ലോ CPI ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥക്കാലത്ത് സപ്പോർട്ട് ചെയ്തത്. ബാക്കിയുള്ളവർക്ക് ചൈനയിലല്ല അംഗീകരിച്ചത്. CPM സോഷ്യലിസ്റ്റുകാരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് സോവിയറ്റ് റഷ്യന് വലിയ താല്പര്യമൊന്നുമില്ല. സോഷ്യലിസ്റ്റുകാരെല്ലാം കൂടി അവിടെ പണ്ട് ഫയറൻസ് കാർഡിന് വിട്ടുകൊടുത്തല്ലേ. അപ്പൊ അതുകൊണ്ട് അവർക്ക് ശത്രുവാണ്. അപ്പൊ അമേരിക്കനോടാണ് അവർ കൂടുതൽ അടുപ്പം കാണിച്ചിരുന്നത്. പിന്നെ ഇതിന്റെ വേറൊരു പ്രശ്നം പറ്റി മൊറാർജി ദേശായിയൊക്കെ പാകിസ്ഥാനുമായിട്ട് ബന്ധം മെച്ചപ്പെടുത്താൻ നോക്കി. അങ്ങനെ നമ്മളെ IBO ഒക്കെ അവിടെ പിന്നെ ഈ പറയുന്നത് പോലെ പാകിസ്ഥാന്റെ ന്യൂക്ലിയർ പദ്ധതികളൊക്കെ കൃത്യമായിട്ട് അറിഞ്ഞ് അത് ടാക്കിൾ ചെയ്തിരുന്നു. ഈ രഹസ്യങ്ങളെല്ലാം
ഇയാളെ വിളിക്കുന്ന പേരുണ്ട്, ഞാൻ പറയുന്നില്ല. പിണറായി വിജയനെ ചില ഉപയോഗിക്കുന്ന പേര് ഉപയോഗിക്കണം. ഈ മൊറാർജി ദേശായി പാകിസ്ഥാന് പിന്നെ അറിയിച്ചു, ഇതൊക്കെ ഞങ്ങൾക്ക് അറിയാം. അവന്മാരെന്ത് ചെയ്തു, നമ്മളെ പല ഓയുടെ നമ്മുടെ പല ഉദ്യോഗസ്ഥന്മാരെയും പിടിച്ചവർ കൊന്നുവന്നു. ഇങ്ങനെയൊക്കെ സംഭവിച്ചിട്ടുണ്ട്. ഇതൊന്നും റിപ്പോർട്ട് ഇപ്പോൾ സിനിമയ്ക്കായിട്ട് വരുമ്പോൾ നമ്മൾ കൂടുതൽ അന്വേഷിക്കുമ്പോൾ ഇതൊക്കെ നടന്ന കാര്യം എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ അങ്ങനെ ഒരു ഷിഫ്റ്റ് കൊണ്ടുവന്നു. ആ ഷിഫ്റ്റ് ഇന്ദിരാഗാന്ധിക്ക് പിന്നീട് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ പറ്റിയില്ല. ഈ കാലഘട്ടം നമ്മൾ സോവിയറ്റ് റഷ്യയിൽ സാമ്പത്തിക പ്രതിസന്ധിയൊക്കെ അത്യാവശ്യം വന്നൊക്കെ തുടങ്ങി. അങ്ങനെയാണ് ആദ്യമായിട്ട് വേൾഡ് ബാങ്ക് എന്നൊക്കെ ഇന്ദിരാഗാന്ധി കടമെടുത്ത് തുടങ്ങിയത്. അങ്ങനെ വേൾഡ് ബാങ്ക് കടമെടുത്ത് അവർ കുറച്ച് നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശങ്ങളുടെ ഫലമായിട്ടാണ് ഈ പറയുന്ന പിന്നെ DCM ടയോട്ട അങ്ങനെയുള്ള കൊളാബറേഷൻ ഇങ്ങനെയുള്ള കമ്പനികളൊക്കെ ഇന്ത്യയിൽ വന്നത്. DCM ടയോട്ട ഉണ്ടല്ലോ, ആൽവിൻ നിസാൻ. പിന്നെ ഓരോ ഘട്ടത്തിലും കടമെടുക്കുമ്പോൾ അവരോരോ നിർദ്ദേശം വെച്ചു. അങ്ങനെയാണ് ഇപ്പോൾ നിസാനൊക്കെ നേരിട്ട് ഇവിടെ ഇറക്കി തുടങ്ങിയത്. അതിൻ്റെയൊക്കെ തുടക്കം ആ ഒരു കാലഘട്ടത്തിന് ശേഷം. അത് കുറച്ചുകൂടി വെസ്റ്റേൺ വേൾഡിന് കുറച്ചും കൂടി ഇമ്പോർട്ടൻസ് നമ്മൾ കൊടുത്തു തുടങ്ങി. പിന്നെ നമ്മുടെ സമ്പദ് വ്യവസ്ഥ ഭയങ്കരമായിട്ട് ഡ്രെയിൻ ചെയ്യപ്പെട്ടു അതിനുശേഷം. കാരണം ഈ വെസ്റ്റേൺ രാജ്യങ്ങളുമായിട്ട് ടൈപ്പ് ഉണ്ടായി പുതിയ വണ്ടികളൊക്കെ ഇറങ്ങിയ സമയത്ത് കൂടുതൽ പെട്രോൾ ആവശ്യമായിട്ട് വന്നു. കൂടുതൽ പെട്രോൾ ആവശ്യമായ പെട്രോൾ ഇറക്കുമതിക്ക് വേണ്ടി കൂടുതൽ പൈസ, നമ്മളെ കയറ്റുമതി ഒന്നും കാര്യമായിട്ടൊന്നും ഇല്ല. അപ്പം പെട്രോൾ ഇറക്കുമതിക്ക് വേണ്ടി കൂടുതൽ കാശ് ചിലവാക്കേണ്ടി വന്നു. അപ്പം നമ്മൾ അങ്ങനെയാണ് അവസാനം ചന്ദ്രശേഖരൻ്റെ കാലഘട്ടത്തിൽ നമ്മൾ സ്വർണ്ണമൊക്കെ എടുത്തുകൊണ്ടിട്ട് പുറത്തുകൊണ്ടിട്ട് വെക്കേണ്ടി വന്നത്. പക്ഷെ ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഇന്ന് കാണുന്ന കുതിപ്പിന് തുടക്കമിട്ട അതിന് ശേഷമാണ്. ഇത് കഴിഞ്ഞ വേറെ കാരണമാണ്. ഇനിയിപ്പോൾ അടിയന്തരാവസ്ഥ തുടങ്ങാനുള്ള കാരണം എന്താ? അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട. അതിപ്പോൾ ഇന്ദിരാഗാന്ധിയെ കുറ്റം വന്ന ഒരു കാര്യമില്ല. ഈ പ്രതിപക്ഷ കക്ഷികൾ ഒരു എന്താ പറയുക രാജ്യസ്നേഹം ഒന്നുമില്ലാതെ ഇവർക്ക് തോന്നിയ പോലെ റെയിൽവേ ബന്ധൊക്കെയായിരുന്നു. റെയിൽവേ സ്റ്റെക്കാണ് ഇന്ത്യയിൽ ആ സമയത്തൊക്കെ. റെയിൽവേ ബന്ധം ഇന്ത്യ റെയിൽവേ സ്റ്റെക്കാണ്, ആഴ്ചകളോളം സ്റ്റെക്കാണ്. ഒരു കാര്യം ഭാരത് ബന്ദ്, പിന്നെ അട്രോസിറ്റി, രാഷ്ട്രീയത്തിന്റെ പേരിലുള്ള ഗുണ്ടായിസം. കണ്ണൂർ ഒരു ബസ് കത്തിച്ചിട്ടുണ്ട് ആ സമയത്ത്. ആ ഒരു കാലഘട്ടത്തില്, ഈ പറയുന്ന ഒരു കാലഘട്ടത്തില് രാഷ്ട്രീയ പ്രക്ഷുബ്ധമായിരുന്നു. പ്രക്ഷുബ്ധം ഇങ്ങനെ രാഷ്ട്രീയം പ്രക്ഷുബ്ധമാകാനുള്ളതല്ല, രാജ്യത്തിന് വേണ്ടിയിട്ടേക്കാണ് രാഷ്ട്രീയം. അത് നിങ്ങൾക്ക് നിങ്ങളുടെ ഐഡിയോളജി സ്ഥാപിച്ചെടുക്കാനോ നിങ്ങളുടെ വ്യക്തിപരമായ താല്പര്യം സ്ഥാപിച്ചെടുക്കാൻ വേണ്ടിയിട്ടായിരിക്കരുത്. അങ്ങനെ വന്ന സമയത്ത് എന്ത് സംഭവിച്ചെന്ന് വെച്ചാൽ ഈ ജയപ്രകാശ് നാരായണൻ എന്ന് പറഞ്ഞ പഴയ സോഷ്യലിസ്റ്റ് നേതാവ്, സ്വാതന്ത്ര്യ സമര സേനാനി, ഇയാൾ ഇവരെ കൂടി ഇയാൾ ഭയങ്കര സമ്പൂർണ്ണ ക്രാന്തിക്ക് സമ്പൂർണ്ണ വിപ്ലവം പ്രഖ്യാപിച്ചു. അതായത് പോലീസും പട്ടാളത്തിനോടൊക്കെ തോക്ക് തിരിച്ചു പിടിക്കാൻ പോകും. എന്താ അപകടകരമായിട്ട് അവസ്ഥയാണത്. പോലീസ് പട്ടാളം തോക്ക് തിരിച്ചു പിടിക്കാൻ തുടങ്ങിയാൽ ഇവിടെ പട്ടാളഭരണം വരും. അന്ന് ഈ 47 ശേഷം സ്വാതന്ത്ര്യം കിട്ടിയ രാജ്യങ്ങൾ ഇന്ത്യ മാത്രമാണ് പട്ടാളഭരണം വരാതുള്ളൂ. ഇവിടെ പട്ടാളഭരണം വരും. എന്തൊരു അവസ്ഥ ആയിരിക്കും. ഇതിന് പിന്നിൽ പടിഞ്ഞാറൻ ഗൂഢാലോചന ഉണ്ടായിരുന്നു. അന്ന് ഈ സോഷ്യലിസ്റ്റുകൾക്കുള്ള അമേരിക്കൻ ബന്ധം ഞാൻ നിങ്ങളോട് പറഞ്ഞല്ലോ. അത് മാത്രമല്ല, ഈ സമയത്താണ് ഇന്ത്യയുടെ ഫ്രണ്ടായിരുന്ന ഇതിന്റെ കുറച്ച് മുമ്പായിട്ട് ഷെയ്ഖ് മുജീബുർ റഹ്മാൻ അമേരിക്കൻ സപ്പോർട്ടോട് കൂടിയിട്ട് അവിടെയുള്ള ഇസ്ലാമിക് പാകിസ്ഥാൻ അമേരിക്കൻ സപ്പോർട്ടോട് കൂടി ഇസ്ലാമിക് മിലിഷ്യ പട്ടാളക്കാർ വെടിവെച്ച് കൊല്ലുന്നത്. അന്ന് രക്ഷപ്പെട്ട ഷെയ്ഖ് ഹസീനയും സിസ്റ്റർ മാത്രമാണ്. പിന്നെ അവരെ പ്രൊമോട്ട് ചെയ്തത് നമ്മളാണ്, പ്രൊമോട്ട് ചെയ്ത് സംരക്ഷിച്ച് വളർത്തിയത്. ആ ഗുണമാണ് ഇപ്പം നമുക്ക് കിട്ടുന്നത്. അപ്പം അതിന്റെ മുമ്പാണെങ്കിൽ ലളിത് നാരായൺ മേത്ത 1975 സാമ്പൽപൂരിൽ ഇന്ത്യയുടെ റെയിൽവേ മിനിസ്റ്റർ, അദ്ദേഹത്തെ ബോംബ് സ്ഫോടനത്തിൽ കൊല ചെയ്യപ്പെട്ടു. അങ്ങനെ നാട്ടിൽ മൊത്തം അട്രോസിറ്റീസ് ആയിരുന്നു. ഇന്ദിരാഗാന്ധി ഇന്ദിരാഗാന്ധിനെ കുറ്റം പറയാൻ സുഖമാണ്. ഇന്ദിരാഗാന്ധി എന്ന അടിയന്തരാവസ്ഥ രാജ്യം കൈവിട്ടു പോവുകയായിരുന്നു. പിന്നെ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചത് പിന്നെ ഭരണഘടനയെ ബൈപ്പാസ് ചെയ്തിട്ടൊന്നല്ല. ഭരണഘടനയെ വളരെ കൃത്യമായി പറഞ്ഞു, ഇന്റേണൽ ഇൻസെക്യൂരിറ്റി ഉണ്ടെങ്കിൽ, സാമ്പത്തികമായ പ്രതിസന്ധി ഉണ്ടെങ്കിൽ, വിദേശ ആക്രമണം ഉണ്ടെങ്കിൽ, ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ടും സിവിൽ വാറൊക്കെ നടക്കുന്ന സാഹചര്യത്തിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാം. അതിനാൽ പിന്നെ അതിന് ശേഷം തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ടു. അപ്പൊ ജനങ്ങൾക്ക് എന്തുകൊണ്ടാണ് ബോധ്യപ്പെട്ടത്? ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടത് ഇൻ ബിറ്റ്വീൻ നടന്നിട്ടുള്ള അട്രോസിറ്റീസ് ഉണ്ട്. ഇന്ദിരാഗാന്ധി അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചതിന് ശേഷം ഒരു എടുത്തിയാട്ടക്കാരൻ ചേർക്കണ്ടതിനല്ല മേനകാഗാന്ധിനെ കിട്ടി. സഞ്ജയ്, ഇവന്റെ കുറെ ഫ്രണ്ട്സ് ഉണ്ട്. അതിലൊരാളെ നിങ്ങൾക്ക് അറിയാം, ഗുലാം നബി ആസാദ്, കമൽനാഥ്. ഇപ്പൊ കോൺഗ്രസിന് പുറത്തേക്ക് പോകാൻ വേണ്ടി നിൽക്കുകയാണ്. ഇവന്മാരെല്ലാം കൂടി ഇപ്പൊ ഇവർക്ക് തോന്നിയാസമായി. പിന്നെ ഇവന്മാര് പറയുന്നതാണ് പോലീസ് കേൾക്കുന്നത്. ഇന്ദിരാഗാന്ധിന്റെ പോലും കൺട്രോൾ പോയി. അങ്ങനെയാണ് വയലാദേവി ഒക്കെ ഇയാളുമായിട്ട് തെറ്റി ഇറങ്ങി പോകുന്നതാണ്. അവരുമായിട്ട് വയലാദേവി പറയുന്നുണ്ട്. സഞ്ജയ് ഗാന്ധി വയലാദേവി ഒക്കെ എന്ന് വെച്ചാല് സെൻട്രൽ ട്രാവൻകൂറിലെ തണ്ടലുള്ള ഈഴവനാണ്. പോയി പണി നോക്കാൻ പോകുന്നു. അയാൾ ഇറങ്ങി പോകുന്നു. അതുപോലെ അങ്ങനെ സിദ്ധാർത്ഥ ശങ്കറായി, ഗുജറാള്, ഇങ്ങനെ പലരും, ഇങ്ങനെ നട്ടിലുള്ള പലരും ഇറങ്ങിപ്പോന്നു. ഇന്ദിരാഗാന്ധി അന്ന് അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച് അവരെ കുറ്റം പറയാൻ പറ്റില്ല. പക്ഷെ അട്രോസിറ്റീസിന് ഇന്ദിരാഗാന്ധിക്ക് തടയാൻ പറ്റുന്നതിൽ അപ്പുറമായി പോയി. കാരണം ഇന്ദിരാഗാന്ധി പിന്നെ പ്രധാനമന്ത്രി ആണെങ്കിൽ ഈ ചെറുക്കനാണ് കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക. ഇവൻ്റെ ഒരു ടീമുണ്ട്. ഇവരാണ് നിർബന്ധ വന്ധ്യീകരണം, ഇങ്ങനെയുള്ള എല്ലാ പദ്ധതികളും നടപ്പിലാക്കി വരാം. അതിന് കാര്യമുണ്ട്. ഈ ചെറുക്കൻ എടുത്തിയാട്ടം കൂടുതലല്ല. ഇവരെല്ലാം കൂടി ഈ രാജ്യത്തിനെതിരെ സമരം പ്രഖ്യാപിച്ചിരിക്കുന്ന സമയത്ത് ഞാൻ തിരിച്ചു ചെയ്യാന്ന് ഇവനും വിചാരിച്ചു. അത് ചക്കം ഭാഗത്ത് നിന്ന് പോലീസ് ഓഫീസർമാരുണ്ട്, അവരങ്ങോട്ട് അർമാദിക്കുകയും ചെയ്തു. അതിൻ്റെ ഇടയിലാണ് ഈ അച്യുതമേനോനൊക്കെ പോലുള്ള ചില മിനിസ്റ്റേഴ്സ്, ചീഫ് മിനിസ്റ്റേഴ്സ് അവർ കുറച്ച് തത്വദീക്ഷതയോടുകൂടി പെരുമാറുകയും, മാത്രമല്ല ഈ പറഞ്ഞ
നാട്ടുകാർക്ക് മൊത്തം സ്വൈര്യമായ പൊളിറ്റിക്കൽ എലമെന്റിനൊക്കെ പിടിച്ച് ജയിലിടുകയും നല്ല ഭരണം കാഴ്ചവെക്കുകയും ചെയ്തുകൊണ്ട് കേരളത്തിൽ ജയിച്ചു. ഉത്തരേന്ത്യയിൽ ഇങ്ങനെ ഒരു ഏകാധിപത്യം വന്ന നാട്ടുകാർ പെട്ടെന്ന് അവരെടുക്കും, പെട്ടെന്ന് കത്ത് കൊടുക്കുക, വർഗീയത കണ്ടില്ല, ഒരു സ്പാർക്ക് ഇട്ട് കൊടുത്താണ്. അതുകൊണ്ടാണ് ഇന്ദിരാഗാന്ധി തോറ്റത്. പക്ഷേ തിരിച്ച് ഇന്ദിരാഗാന്ധിയെ ഈ അധികാരത്തിലെത്തി ഇവരുടെ അന്തറിൽ കാര്യങ്ങൾ ഇതിലും കഷ്ടമായി. ഈ ഇന്ദിരാഗാന്ധിയെ പറ്റി ഇവരന്ന് പറഞ്ഞുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ ഈ ഭരണഘടനയെ പ്രത്യേക വകുപ്പ് ഉപയോഗിച്ച് സംസ്ഥാനങ്ങളെ പിരിച്ചുവിടും. ഇവർ വന്നപ്പോൾ എന്താ ചെയ്ത് എല്ലാ കോൺഗ്രസ് ഗവൺമെന്റുകളെ പിരിച്ചുവിട്ടു. ജനങ്ങൾക്ക് എന്താ വിവരമല്ലേ? അപ്പോൾ ജനങ്ങൾക്ക് മനസ്സിലായി ആര് ഭരിച്ചാലും ഇതൊക്കെ തന്നെ സ്ഥിതി. പിന്നെ ഇന്ദിരയാണ് നല്ലതെന്ന് ജനങ്ങൾ മനസ്സിലായി. ഇന്ദിരാഗാന്ധി അവർ തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. ഇന്ദിരാഗാന്ധി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിക്കാൻ ശ്രമിച്ചു. അതിനിടയ്ക്ക് രാജൻ കേസ് പോലെ ഒരുപാട് സംഭവങ്ങളുണ്ടായി പോലീസ് അട്രോസിറ്റീസുമായിട്ട് ബന്ധപ്പെട്ട്. അതിങ്ങനെ ചില പോലീസ് ഉദ്യോഗസ്ഥന്മാരുടെ ഒരു തരത്തിൽ പെർവേർട്ടഡ് മെന്റാലിറ്റി. അതുപോലെ പിന്നെ ഈ രാഹുൽ ഗാന്ധി അർമാദിച്ചു ആ കാലഘട്ടത്തിൽ. സഞ്ജയ് ഗാന്ധി അർമാദിച്ചു. അയാൾ ഈ പറഞ്ഞ മാരുതി കമ്പനി ഉണ്ടാക്കാനൊക്കെ ഉള്ള പരിപാടി ഇതിൽ അയാൾക്ക് അങ്ങനെ ഒരുപാട് പ്ലാനായി. മാരുതി കമ്പനി ഉണ്ടാക്കിയിട്ടില്ല. ആ പൈസ മൊത്തം ഒരു ഡീലർഷിപ്പിന് മേടിച്ച കാശ് മൊത്തം അയാൾ കൂട്ടടിച്ചു. എന്നിട്ട് ചോദിച്ചു പോയ പിന്നെ മുതലാളിമാരോടൊക്കെ ഓരോ കേസ് എടുക്കുന്നതായി. അങ്ങനെ മാരുതി കമ്പനി പിന്നെ ആണ് പിന്നെ അന്ന് അവർ എനിക്ക് ഫോക്സ് വാഗണായിട്ട് ടൈപ്പ് ഉണ്ടാക്കിയിട്ടൊരു ഔട്ട്ഡേറ്റഡ് ആയിട്ടുള്ള ഒരു വണ്ടി, അന്നത്തെ എന്താ പറയുന്ന ഒരു പേരുണ്ടായിരുന്നു, ഒരു പഴയൊരു വണ്ടി, നമ്മൾ ഈ ചില പഴയ ഇംഗ്ലീഷ് സിനിമയിലെ കാണുന്നത്, ആ വണ്ടി ഇവിടെ ഇറക്കാൻ നോക്കിയത്. പിന്നെയാണ് ഈ പിന്നെ സുസുക്കി ആയിട്ട് ടൈപ്പ് വന്നത്. അപ്പോൾ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ച ഇന്ദിരാഗാന്ധി കുറ്റം പറയാൻ പറ്റില്ല. അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചുകൊണ്ടാണ് നമുക്ക് ഈ രാജ്യം ഇന്നിങ്ങനെ ഉള്ളത്. അല്ലാതെ നമ്മൾ കൈവിട്ടുപോയി. അമേരിക്ക എങ്ങനെ ഇതിനെ തകർക്കാൻ വേണ്ടി നടക്കുകയായിരുന്നു. പാകിസ്ഥാൻ ശത്രുവായിരുന്നു, ചൈന ശത്രുവായിരുന്നു, ഇന്റേണലായിട്ട് നമ്മുടെ രാജ്യത്ത് ഇത്ര കെട്ടുറപ്പില്ലായിരുന്നു. പല സ്ഥലത്തും വിഘടനവാദമായിരുന്നു. എങ്ങനെയെങ്കിലും രാജ്യത്തെ കെട്ടുപൊട്ടിച്ച് പോകാന്നുള്ളതായിരുന്നു. നമ്മളെ മിലിറ്ററി പാകിസ്ഥാനെക്കാട്ടും വീക്കുമായിരുന്നു അന്നപ്പോൾ. കാരണം അമേരിക്ക അത്യന്താധുനിക, നമ്മൾ മറ്റേ യുദ്ധമൊക്കെ ജയിച്ചിട്ടുണ്ട്, പക്ഷെ വ്യോമസേന എന്നൊക്കെ വ്യോമസേനയിലൊക്കെ കുറച്ചുകൂടി നല്ല ആയുധങ്ങളൊക്കെ അമേരിക്ക അവർക്ക് കൊടുത്തിരുന്നു. അവർക്ക് പിന്നെ പാകിസ്ഥാന് കൊടുത്തിരുന്നു. നമ്മുടെ താരതമ്യം പാകിസ്ഥാനായിട്ട് ചില മേഖലയിൽ പിന്നിലായിരുന്നു. പക്ഷെ കരയുദ്ധത്തിൽ അന്ന് മനേഷയുടെ ടാക്ടിക്സ് കൊണ്ടാണ് നമ്മൾ ജയിച്ചത്. ആ യുദ്ധം കുറച്ച് മുമ്പായിരുന്നു നമ്മൾ തോറ്റുപോയായിരുന്നു. മനേഷ പറഞ്ഞിട്ടുണ്ട് ഇതിനകത്ത് സിറ്റി വെയിറ്റ് ഇറ്റ്സ് നോട്ട് റൈറ്റ് ടൈം. പിന്നെ അങ്ങനെ ടൈം ഒക്കെ ആയപ്പോഴാണ് യുദ്ധം നടത്തിയിട്ടുള്ളൂ. അങ്ങനെ ഒരുപാട് ആളുകൾ മരിക്കും. അങ്ങനെയാണ് ആ യുദ്ധം ജയിക്കുന്നത്. അല്ല യുദ്ധം തോറ്റു. അതാണ് അന്നത്തെ അവസ്ഥ. അപ്പം ഈ അടിയന്തരാവസ്ഥയെ പറ്റി നമ്മൾ പറയുമ്പോൾ ആരും പേടിച്ചിട്ട് അടിയന്തരാവസ്ഥയെ പറ്റി ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് പിന്തിരിപ്പന്മാരായി ചിത്രീകരിക്കുന്ന ആരും പറയില്ല. പക്ഷെ പറയേണ്ടത് പറഞ്ഞു തന്നെ പോണം. അതുകൊണ്ട് തന്നെ ദേവറസ് ഒക്കെ കാലത്ത് ജയിലിൽ RSS CPM ആണ് ഭയങ്കര ശക്തമായി ഇതിനെ എതിർത്തത്. പക്ഷെ ജയിലിൽ കിടക്കുന്ന സമയത്ത് പിന്നെ അദ്ദേഹം ഇന്ദിരാഗാന്ധിയായിട്ട് കറസ്പോണ്ടൻസ് ഉണ്ടായിരുന്നു. അദ്ദേഹത്തിന്റെ പുറത്തുവിടുകയൊക്കെ ചെയ്തു. അവർക്ക് പിന്നെ കാര്യം മനസ്സിലായി. പക്ഷെ രാഹുൽ ഗാന്ധി കാണിച്ച അട്രോസിറ്റീസ് ഭീകരമാണ്. കാരണം അയാള് സത്യത്തിൽ അയാൾ പോയതുകൊണ്ട് രാജ്യവും നന്നായി, കോൺഗ്രസും നന്നായി. അയാളെ പറ്റി ഒരുപാട് കഥകൾ അവിടെ ഡൽഹിയിൽ കിടക്കുന്നുണ്ട്. സത്യത്തിൽ അയാൾ നടുവിലില്ലായിരുന്നെങ്കിൽ അടിയന്തരാവസ്ഥ മാത്രം ജനവിരുദ്ധമായി മാറിയില്ലായിരുന്നു. അപ്പൊ നമ്മൾ ഇതിന്റെ സമഗ്രതയെ കാണുന്ന കാര്യങ്ങൾ. അടിയന്തരാവസ്ഥ കേൾക്കുമ്പോൾ ഉടനെ ഇന്ദിരാഗാന്ധിനെ അന്തേക്ക് വിളിച്ചിട്ട് ഒരു കാര്യമില്ല.